കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, മുഖത്തെ കരിമംഗല്യം, ഡാർക്ക് സ്പോട്ട്സ്, വൈറ്റ് സ്പോട്സ്, അതുപോലെ തന്നെ കറുത്ത കരിവാളിപ്പുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ, സ്കിന്നിൽ തന്നെ പലതരത്തിലുള്ള കരിവാളിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ണിന് ചുറ്റും എപ്പോഴും കാണുന്ന കറുപ്പ്, അതുപോലെ മുറിവുണ്ടായി കഴിഞ്ഞാലുള്ള ചെറിയ ചെറിയ പാടുകൾ, ഇതെല്ലാം മാറ്റാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഓയിൽ. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ഈ ഓയിൽ എങ്ങനെയാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഫേസിൽ എങ്ങനെയാണ് ഇത് തേക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോയിൽ ഫുള്ള് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെ DIY വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ പറയുന്ന ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ്. അത് റോസ് പെറ്റൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ റോസ് പെറ്റൽസ് എടുത്തിട്ട് നമ്മൾ കുറേ റോസാപ്പൂ അതിൻ്റെ ഇതളുകൾ എടുത്തിട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിപ്പോൾ കുറച്ചുണ്ടെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് ഒരുപാടുണ്ടെങ്കിലും ഞാനിപ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ളത് മുഴുവനായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ടിട്ടുണ്ട്. അത്രയൊന്നും വേണമെന്നില്ല. നമ്മൾ എന്തുമാത്രം വളരെ കുറച്ച് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഒരു ബോട്ടിൽ ഓയിലാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിൽ ആണ് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ എടുത്തിട്ടതാണ്. അത്രയൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഓയിലിന് വേണ്ട കറക്റ്റ് ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയിൽ എന്തുമാത്രം റോസാപ്പൂവിൻ്റെ ഇതൾ മുങ്ങിക്കിടക്കുമോ അത്രയും മതി നമുക്ക്. ബാക്കിയുള്ളത് നമുക്കിനി വേറെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട്. സ്കിൻ കെയറിന് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഓയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ആദ്യം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള റോസാപ്പൂവിൻ്റെ ഇതെല്ലാം എടുക്കാം. അത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഒലീവ് ഓയിലാണ് വേണ്ടത്. ഇത് ശരിക്കും ഏത് എണ്ണ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം. പക്ഷേ ഒലീവ് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത്. സ്കിന്നിന് വളരെ നല്ലതാണ് ഒലീവ് ഓയിൽ. ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒലീവ് ഓയിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കിന്നിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുക ഒലീവ് ഓയിൽ തന്നെയാണ്. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ പാടുകളും കാര്യങ്ങളൊക്കെ നീക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒലിവ് ഓയിൽ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ വീട്ടിലുള്ള റോസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാം. നാടനായിട്ടുള്ള റോസാപ്പൂക്കൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച റോസാപ്പൂവാണ് എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഇന്നതൊന്നുമില്ല, ഏത് റോസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. റോസാപ്പൂ പല കളറുണ്ടല്ലോ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ നമ്മളെടുക്കുന്ന ഒലിവ് ഓയിൽ എന്തോരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. മുഖത്തുള്ള കറുത്ത പാടുകൾ അല്ലെങ്കിൽ ശരീരത്തെ എവിടെയെങ്കിലുമുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവുന്നത്, പിന്നെ സ്ട്രെച്ച് മാർക്ക്, അതൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കും. നമ്മളിപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെയൊക്കെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ മാറാനായിട്ട് ഈ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒലിവ് ഓയിലിൻ്റെ കൂടെ തന്നെ കറുവപ്പട്ട ആഡ് ചെയ്യാം. കറുവപ്പട്ട നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു കാര്യമാണ്. ഇത് 2 ടൈപ്പ് കറുവപ്പട്ടയുണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന കറുവപ്പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതല്ലാണ്ട് വേറൊരു ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ നന്നായിട്ട് നൈസായിട്ട് തിന്നായിട്ടിരിക്കുന്ന ചുരുണ്ടിരിക്കുന്നൊരു കറുവപ്പട്ടയുണ്ട്, സിനമൺ എന്ന് പറയുന്നത്. അത് സിനമൺ റോൾ എന്ന് പറയും. അതാണെങ്കിലും കുഴപ്പമില്ല, അതും കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ലോക്കലായിട്ടുള്ള ഒരു കറുവപ്പട്ടയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനും ആ സെയിം സ്മെല്ലൊക്കെ തന്നെ ഉണ്ട്, ക്വാളിറ്റി അതിന് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കറുവപ്പട്ട ആഡ് ചെയ്യുന്നത് മെയിനായിട്ട് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല സ്മെല്ല് കിട്ടും. റോസാപ്പിന് സ്മെല്ല് കൂടാണ്ട് ഇതിനൊരു അടിപൊളി സ്മെല്ലായിരിക്കും ഈ കറുവപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒത്തിരി നാളിത് ഈ ഓയിൽ കേടാവാതെ ഇരിക്കാനും നമ്മൾ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒരുപാട് നാൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കറുവപ്പട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലൊരു 1/4 ഭാഗം വെള്ളം എടുത്ത് വെക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. സ്കിന്നിന് നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയോ അല്ലെങ്കിൽ കോൾഡ് പ്രോസസ്സിങ് വഴിയോ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് 1/4 ഭാഗം വെള്ളം ഇതിനകത്തേക്ക് എടുക്കുക. നമ്മൾ വെക്കുന്നൊരു പാത്രം, അതിപ്പോൾ
നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രം വെക്കുക കേട്ടോ നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അറിയാമല്ലോ, വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ വെക്കാം. പക്ഷേ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഫ്ലെയിം ഓഫാക്കി തീ ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ അതൊന്നും വേണ്ട. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ, ഒരു ബൗൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒലിവ് ഓയിൽ എടുത്തതും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് അത് ഒലിവ് ഓയിൽ എന്തൂരം ഒലിവ് ഓയിലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരം റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കറുവപ്പട്ട ആഡ് ചെയ്യുക. അത് അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഒരുവിധം വെള്ളം വറ്റാറായപ്പോഴാട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കണേ. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴേക്കും ശരിക്കും ഇപ്പോൾ ആ റോസാപ്പൂവിൻ്റെ കളറൊക്കെ മാറി വരും. അതുപോലെ തന്നെ ആ റോസാപ്പൂവിലുള്ള എണ്ണയുടെ കളറും ഒത്തിരി മാറി വരും. ഇനി നമുക്ക് ഇതൊരുവിധം ആറിക്കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഓയിൽ ശരിക്കും ഒന്ന് തെളിഞ്ഞ് വരും, എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. നമ്മുടെ ആ റോസാപ്പൂവിൻ്റെ കളറൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. എണ്ണ നന്നായിട്ട് ചൂടായി വരും. ചൂടായ എണ്ണ പതുക്കെ തിളയ്ക്കും അതിനകത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ ആ ഒരു രീതി എത്തുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അത് ആറിയതിന് ശേഷം മാത്രം നമ്മളൊരു ബൗളിലേക്ക് ഇടുക. ഗ്ലാസ് ജാറാണ് ഏറ്റവും നല്ലത് കേട്ടോ. നന്നായിട്ട് ആറിയിട്ട് വേണം ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കാൻ. ഗ്ലാസ് ജാറാണ് എപ്പോഴും ഇത് നമ്മളിങ്ങനെ എന്താ പറയുക സെറ്റായിട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് എസൻഷ്യൽ ഓയിൽ ആയി എന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇതൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അങ്ങനെ തന്നെ ഒരു ഗ്ലാസ് ജാറിൽ ഗ്ലാസിൻ്റെ പാത്രത്തിൽ ടൈറ്റായിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ 2-3 ദിവസത്തിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ശരിക്കും അതിൻ്റെ ആ റോസ് പെറ്റൽസിൻ്റെ എസൻസ് മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് 2-3 ദിവസം നന്നായിട്ട് വായുവൊന്നും കടക്കാണ്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറ് ശരിക്കും മാറിയെന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ. ശരിക്കും കുറച്ച് ബ്രൗണിഷ് യെല്ലോ കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ എസൻഷ്യൽ ഓയിലിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ അതിന് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അത് ആ ഗ്ലാസ് ജാർ തുറന്നു കഴിയുമ്പോഴേക്കും നമുക്കറിയാം ആ പട്ടയുടെയും റോസ് പെറ്റൽസിൻ്റെയും റോസാപ്പൂവിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. ഇത് സ്കിന്നിന് വളരെ നല്ലൊരു ഓയിലാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ സ്കിന്നിൽ മുഴുവനായിട്ട് ഇതെടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയാണോ ഇതുപോലെ സ്കാർസൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ചുളിവുകളോ പാടുകളൊക്കെ ഉള്ളത് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ടോട്ടലി നിങ്ങൾക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഫേസിലും സ്കിന്നിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്ര ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് നാളത്തേക്ക് നിൽക്കും. എന്നാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 1-2 ഇൻഗ്രീഡിയൻസ് ഉള്ളല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എയർ ടൈറ്റായിട്ട് നമ്മൾ തിരിച്ച് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ റോസ് പെറ്റൽസിനകത്തേക്ക് നമ്മൾ ഇതുണ്ടാക്കി തിളപ്പിച്ചൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആറിക്കഴിഞ്ഞിട്ട് ഗ്ലാസ് ജാറിൽ ഒഴിച്ച് വെച്ചു. ആ സമയത്ത് നമ്മൾ ഈ റോസ് പെറ്റൽസ് ഇതിൽ നിന്ന് എടുത്ത് കളയരുത്. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2-3 ദിവസം ഇത് അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഒരു സ്റ്റെയിനർ വല്ലതും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അരിച്ചെടുക്കാൻ പാടുള്ളൂ. അതുവരെ അത് ആ എണ്ണയിൽ തന്നെ കിടക്കണം. നമ്മൾ റോസ് പെറ്റൽസ് അരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെയിനർ, നമ്മൾ ചായ അരിക്കുന്ന സ്റ്റെയിനറൊന്നും എടുക്കരുത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ DIY ഒക്കെ ചെയ്യാനായിട്ട് ഒരു സ്റ്റെയിനർ എപ്പോഴും എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൽ സെപ്പറേറ്റ് ഒരു സ്റ്റെയിനർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഒരു വെള്ള തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ ഓയിൽസൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അരിച്ചെടുക്കാവുന്ന കേട്ടോ. അരോമാറ്റിക് പ്ലാന്റ് ഓയിൽസാണ് എസൻഷ്യൽ ഓയിൽ. ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ഓയിലാണ്. അതുപോലെ തന്നെ സ്പൈസസിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഓരോ ലീഫുകൾ അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും നമുക്കപ്പോൾ. ഏറ്റവും നല്ലത് നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതല്ലാണ്ട് നമ്മുടെ ചാനലിൽ വേറൊരു എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പൈസസ് വെച്ചിട്ടുള്ള കുറച്ച് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ മെഴുകുതിരിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എസൻഷ്യൽ ഓയിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുള്ളവർ ഒന്ന് ചാനലിൽ കയറി നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു എസൻഷ്യൽ ഓയിൽ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള, സ്കിന്നിന് നല്ലതായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ DIYs ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.